നമ്മൾ ഭരതത്തിന്റെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഭരത് കയറിയിട്ട് കുറച്ച് ദിവസമായിട്ടില്ല. ഞാൻ എപ്പോഴും ഇതിനകത്തുണ്ട്, ഓരോരോ പണികളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് തീർത്ത ഒരു പണി ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് പോകുന്നതിന് മുമ്പ് ഇവിടെ ആയിട്ട് അതിൻ്റെ കുറച്ച് വർക്കുകൾ ഞാൻ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. ഒന്നാമത്തത്, ഇതിലൊരു ഷീപ്പിനെ നമ്മൾ ലൈം ഇതടിക്കണം. അതിനായിട്ട് ഓക്കെ, ഗ്രീൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ബോൺ മീലും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം, വൈറ്റ് ഡൈ കിട്ടും, അതിലൂടെ ലൈം ഡൈ കിട്ടും. യെസ്, ഇനി നമുക്ക് നേരെ പോയിട്ട് ഈ കാണുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ബ്ലൂ ആണ്. ഓക്കെ, ബ്ലൂ തന്നെ ഇതിൽ ഒരുപാടുണ്ട്, സോ ബ്ലൂ വേണ്ട. ഇനി കുറച്ച് ദിവസം ഇവൻ ഗ്രീൻ മതി. ഓനു ഇവൻ വലുതാണോ അല്ലേ? ഇവൻ വലുതാണോ? അപ്പം അതുവരെ ഞാൻ വെയിറ്റ് ആണ്. സോ അവൻ്റെ കണക്ഷൻ കളഞ്ഞിട്ട് നമുക്കിനി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം, ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ഈ കാണുന്ന റീജനറേഷൻ പോർഷൻ മൊത്തം ഇങ്ങോട്ടേക്ക് എടുക്കാം, എൻ്റെ എൻഡർ ചെസ്റ്റിലോട്ട് വയ്ക്കാം. സോ ടോട്ടൽ ഇപ്പം എൻ്റെ 6 റീജനറേഷൻ പോർഷൻ ഉണ്ട്. ഈ 6 കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അതിന് നമുക്ക് വേറെ ലൊക്കേഷനിൽ പോകണം. അത് ഇവിടുത്തെ അതൊന്നും കണ്ട് തീർത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം, അതാണ് നല്ലത്. മോനെ വേഗം കഴുകി, ഈറ്റ് ഈറ്റ് കഴുകി. അതന്നെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ പച്ച. അപ്പോൾ അവൻ അവിടെ സെറ്റാക്കി. ഇനി നേരെ ഇവനൊരു കണക്ഷനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഡൈയും കൂടി നമുക്ക് ഇവിടെ വന്നു തുടങ്ങും. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇനി നമുക്ക് നേരെ എന്താ പറയുക, ഇതൊക്കെ പൊട്ടിച്ചെടുത്ത് വേഗം ഇവിടുന്ന് ഇങ്ങോട്ട് പോവാം. മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ അത് സ്പോണിലാണ്. സ്പോണിന്ന് കുറച്ച് അപ്പുറത്താണ്, ഞാൻ പോയി കാണിച്ചു തരാം. നമ്മുടെ ആക്സിലോട്ടിച്ചൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഉമ്മാരിങ്ങനെ സ്റ്റക്കായി നിൽക്കാം. പക്ഷേ സ്പോണിൽ വെച്ചത് സ്റ്റക്കായിട്ടില്ല കേട്ടോ. സ്പോണിൽ വെച്ചത് സ്റ്റക്കായിട്ടില്ല, അത് ഓടി നടക്കുന്നുണ്ടാവുമാര്. അതെന്തായാലും കൊള്ളാം. എനിക്ക് നെതർ ഹബിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടണം നല്ല ആഗ്രഹമുണ്ട്. കാര്യം നമുക്ക് മര്യാദയ്ക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. അപ്പം അതൊന്ന് എന്തെങ്കിലും ചെയ്യണം. ഇതിൻ്റെ ഹൈറ്റ് കൂട്ടണം. വിട്ടും കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ വിട്ട് വേണ്ട, ഹൈറ്റ് മാത്രം മതി ഇപ്പോൾ തൽക്കാലം. അപ്പം ഹൈറ്റ് ഒന്ന് കൂട്ടി സെറ്റാക്കണം, എന്നാലേ നമുക്ക് വിസ്താരത്തിലൊന്ന് പറന്ന് പോകാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ ലെസ് റോക്കറ്റും മതി അങ്ങനെ വയ്ക്കുമ്പോൾ. അതാണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൽമരം അത്ര സുഖമായിട്ടില്ല, കുറച്ചുകൂടി പണിയുണ്ട്. കുറച്ച് ഇങ്ങനെ വീണ് കിടക്കാനായിട്ടുണ്ട്. പിന്നെ ബ്രാഞ്ചസ് ഒന്ന് ക്ലിയർ ചെയ്യണം. അതിനോട്ട് കുറച്ച് പണിയും കൂടി ഉണ്ട്. അതും കൂടി തീർത്താലേ ഇതൊന്ന് കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ ഇവിടുന്ന് ഒരു വഴി അങ്ങോട്ടേക്ക് ഉണ്ടാക്കാനായിട്ടുണ്ട്. തൽക്കാലം നമുക്കിപ്പോൾ പറന്ന് പോവാം. എന്നൊരു വഴിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഓരോരുത്തരെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാം. എന്തേ ഇത് ഞാൻ ഉണ്ടാക്കിയല്ല കേട്ടോ, അത് പൊളിച്ച് മാറ്റണം. അല്ലെങ്കിൽ അവിടെ ടവർ ആക്കിയാലോ? ഓക്കെ, ഹിയർ ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട, രാവിലെ ആവട്ടെ. സോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നു ഫുട്ബോൾ സ്റ്റേഡിയം ഇൻ മൈൻക്രാഫ്റ്റ് ഭരതം സീസൺ 2. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേഡിയം. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതിൻ്റെ ഉള്ളിൽ മോബ്സും ഉണ്ട്. ഈ മോബ്സ് എന്തെങ്കിലും ചെയ്യണമല്ലോ. കാര്യം ഇതിനകത്ത് നമുക്ക് ടോർച്ച് കൊണ്ടുവന്ന് വെക്കില്ല, നടക്കൂല. മനസ്സിലായില്ലേ? ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോലെ. അപ്പം ഞാൻ റീജനറേഷൻ കൊണ്ടുവന്നതിൻ്റെ കാര്യം, അയ്യോ ഞാൻ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. സ്പൈഡറായി. ആ സ്പൈഡർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം. സ്ട്രിങ് മാത്രമേ ഉള്ളൂ. സ്പൈഡറായിക്ക് ഞാൻ എന്ത് ചെയ്യും? കാര്യം 2 ഹർമഡീലോനെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ഭയങ്കര റിസ്ക് എടുത്തതാണ്. അപ്പോൾ ഇനി അതിൽ ഒരെണ്ണം ചത്താൽ പോലും നമുക്ക് ഭയങ്കര നഷ്ടമാണ്. 2 ഞാൻ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ ബ്രീഡ് ചെയ്യിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഈ സെർവർ ഇതല്ല,
എന്താ പറയുക 26.2 അല്ല, അതിലാണ് സൾഫർ ക്യൂബും മറ്റു സാധനമൊക്കെ ഉള്ളത്. ഇതിനകത്ത് സൾഫർ ക്യൂബ് ഇല്ല. സോ ഇതൊരു ടെസ്റ്റും കൂടിയാണ് കേട്ടോ, ഇത് വർക്ക് ആവുമെന്നുള്ളത്. എനിക്ക് അത്ര ഉറപ്പില്ലേ ഈ സാധനം വർക്ക് ആവുമെന്ന്. വെയിറ്റ്, എൻ്റെ ഇവിടുത്തെ ചെസ്റ്റിനകത്ത് എങ്ങാനും ഉണ്ടാവോ? അതുണ്ടെങ്കിൽ നന്നായേനെ. ചാൻസ് കുറവാ. ഞാൻ അങ്ങനെ ഈ സാധനം എടുത്തേക്കില്ല. സ്പൈഡർ എപ്പോൾ കിട്ടിയാലും നമ്മളെടുത്ത് കളയുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്കൊന്നും അധികാരി സാധനം എടുത്ത് വെക്കില്ല സ്പൈഡറായി. അപ്പോൾ നമ്മളിനി വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അയ്യോ, എനിക്ക് എന്തായാലും നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ അവിടെ പോയി നിൽക്കാം. എന്നിട്ട് ഈ ഫ്ലാഗിനെ കുറിച്ച് പറയാം. എങ്ങനെയുണ്ട് ഈ ഫ്ലാഗുകൾ? കമൻറ്റ് ചെയ്യുക കേട്ടോ ഫ്ലാഗുകളെ കുറിച്ച്. ഇപ്പം നമ്മളത് ഒന്ന് പോർച്ചുഗലാണ്. പോർച്ചുഗലിൻ്റെ അവിടെ കുറച്ചൊരു ഇത് വരാനുണ്ട്. കളറില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെയാണ്. ഗ്രീൻ വരണം, ഗ്രീൻ വെക്കും. അത് കഴിഞ്ഞിട്ട് അർജൻറ്റീനയുണ്ട്, ജർമ്മനി ഉണ്ട്, ജപ്പാനുണ്ട്, ഇത് സ്വിറ്റ്സർലൻഡ് ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട്. ഇനി അടുത്ത് ബ്രസീൽ വരും. ഓക്കെ, അപ്പോൾ ഒന്നിൽ ബ്രസീൽ വരും, ഒന്നിൽ ഫ്രാൻസിൻ്റെ കളർ ഏതൊക്കെയായിരുന്നു ഒന്ന് നോക്കിയിട്ട് ഫ്രാൻസ് വരും. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഏത് വെക്കും എന്നുള്ളത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ടീമിൻ്റെയും ഫ്ലാഗ്സ് ഇവിടെ ഉണ്ടാവും. അതൊരു വെറൈറ്റി ആയിരിക്കും കാണാനായിട്ട്. ഇങ്ങനെ കളിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. പിന്നെ കാണികൾക്കൊക്കെ ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കളിക്കാൻ അത്യാവശ്യം നല്ല വിസ്താരമുള്ളൊരു സ്ഥലം തന്നെയാണ്. ബോൾ ഇവിടെ വെക്കുന്നു. ആർമഡിയിലുമാണ് നമ്മുടെ ബോള്. അവന് മറ്റേ റീജനറേഷൻ ഇട്ട് കൊടുക്കണം, എന്നിട്ട് വേണം തട്ടിക്കളിക്കാനായിട്ട്. മനസ്സിലായേ? അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. വർക്കായാൽ മതി. ഈ സാധനം എത്രത്തോളം വർക്കാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം എന്താ വെച്ചാൽ സൾഫർ ക്യൂബ് വരുന്ന ഈ അടിപൊളിയാടാ. നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് തട്ടി അതൊരു രസമായിരിക്കും. ഭാരതത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ കളിക്കുന്നത്. അത് ഭയങ്കര രസമായിരിക്കും. പക്ഷേ ആർമഡിലോൻ്റെ കേസിൽ അല്ലെങ്കിൽ ചാവും. അതാണ്. ഇല്ലേ പിന്നെ കമാൻഡ് ബ്ലോക്ക് ആ സാധനമൊക്കെ വേണം. നമുക്കിപ്പോൾ ഇതിനകത്ത് കിട്ടും, ഭാരതത്തിനകത്ത് കിട്ടത്തില്ല. ഇതൊരു പ്യുവർ SFB സെർവറാണ്. നമ്മൾ അത്തരത്തിലുള്ള ഒരു പരിപാടിയും ചെയ്യില്ല. ഇവിടെ ഇപ്പോൾ 2 കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇനി ഇവന്മാർക്ക് സ്പൈഡറായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രീഡ് ആയിക്കോളും. ഇവന്മാർ റീജനറേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ചാവൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചത്ത് കഴിഞ്ഞാൽ മൂഞ്ചി ഇല്ല. അപ്പോൾ പിന്നെ ഇത് സാധനം കണ്ടിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് കയറി കളിക്കൽ നടക്കില്ല. അല്ലേ പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഈ ഒരു സെർവർ അപ്ഡേറ്റ് ചെയ്യണം. സോ നൈറ്റ് ആവുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോരുത്തരും സ്പോൺ ആവണം. സോ ഇപ്പൊ സ്റ്റേഡിയത്തിനകത്ത് സ്പോൺ ആയോ? എന്തെങ്കിലും അതേ എടുക്കുന്നു. കിട്ടി 3 തുടക്കത്തിൽ തന്നെ കിട്ടി. ഈസി. ഇപ്പൊ ഒരു യുദ്ധക്കളമായല്ലോടാ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട്. ഇനി അവന് റീജനറേഷൻ ഇട്ട് കൊടുത്തിട്ട് അടിച്ചു വെക്കാം കൈ കൊണ്ട്. നടക്കും തോന്നുന്നില്ല കേട്ടാ. 1.5 മിനിറ്റ് റീജനറേഷൻ ഉള്ളു. നടക്കായൊന്നുമില്ല. കറക്റ്റ് എയിം ഇതാക്കിയിട്ട് അടിച്ചിട്ട് നോക്ക് ബാക്ക് കാണും. പക്ഷെ നോട്ട് ബാക്കിൽ ഷോട്ട് എങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ മറ്റാവും. കണ്ടാ, ഇങ്ങനെ അടിച്ചടിച്ച് അളിയനെ ഇതാക്കാം, നമുക്ക് ഗോളാക്കാം. വർക്കിംഗ് ഐ തിങ്ക്. നമുക്ക് അടുത്ത ദിവസം ഹോപ്പിയോ RS മൈൻക്രാഫ്റ്റിനെ ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു മാച്ച് വെച്ച് നോക്കാം. ഒരു 2v2 പോലത്തെ മാച്ച് വെച്ച് കളിച്ച് നോക്കാം എന്താവും, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കൈ കൊണ്ട് അടിക്കണം, എന്നാലും കുഴപ്പമില്ല. ബാക്കിയൊക്കെ കഴിവ് പോലെ, മനസ്സിലല്ലേ? എത്രത്തോളം എയിം പെർഫെക്റ്റ് ഉണ്ടോ അത്രത്തോളം ഇതായിരിക്കും. അത് ഭയങ്കര രസമായിരിക്കും. പാസൊക്കെ കൊടുക്കലൊന്നും നടക്കൂല. അല്ലെ പിന്നെ ഇത് മൊത്തം ഐസാക്കണം. മനസ്സിലല്ലേ? നിങ്ങൾ കമന്റ് ചെയ്യും ഇത് വേണമെങ്കിൽ ഈ ഗ്രാസ് മൊത്തം മാറ്റിയിട്ട് ഐസാക്കണോ എന്നുള്ളത്. ഐസായി കഴിഞ്ഞാൽ നമുക്കും ബാലൻസ് കിട്ടൂല, ഇങ്ങനെ തിന്നി പോകും. അതിൻ്റെ പ്രശ്നമുണ്ട്. അത് നിങ്ങൾ കമന്റ് ചെയ്യും ഈ ഗ്രീൻ തന്നെ മതിയോ അല്ലെങ്കിൽ ഐസാക്കണോ എന്നുള്ളതിൻ്റെ ഒരു സജഷൻ പോന്നോട്ടെ. അതാരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ആരെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഒരു എക്സ്പീരിയൻസും കൂടി കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തായാലും കൊള്ളാം, സാധനം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഞാൻ ട്യൂട്ടോറിയലൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ വെച്ച് ചെയ്തതാണ്. ട്യൂട്ടോറിയലിലൊക്കെ പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ കമാൻഡ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സൾഫർ ക്യൂബ്. അതാണ് ലേറ്റസ്റ്റ് സാധനം. പക്ഷെ സൾഫർ ക്യൂബ് നമ്മൾ ഭരത്ത് കിട്ടില്ല. ഭരത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല.
ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ മെയിൻ ഹെഡായിട്ടുള്ള ആൾക്കാരൊന്നും ചോദിച്ചു നോക്കാം ഇത് വർഷം മാറ്റുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. ആൻഡ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഫൺ റീലൊക്കെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. സോ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.